പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, എല്ലാവരും പരിശുദ്ധ കുർബാനയിലേക്ക് നോക്കിക്കേ. അച്ഛനോടൊപ്പം പറഞ്ഞ്, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശുവേ അങ്ങയെ ഞങ്ങൾ സ്നേഹിക്കുന്നു, യേശുവേ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, യേശുവേ അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളെല്ലാവരെയും ഇന്നേ ദിനം നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും, നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളെയും, നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളെയും, നിങ്ങളുടെ എല്ലാ വേദനകളെയും, ഇന്നേ ദിനമുള്ള എല്ലാ നിയോഗങ്ങളെയും ഞാൻ കർത്താവിന് സമർപ്പിക്കുക. നിങ്ങൾ യൂട്യൂബിൽ എഴുതിയിടുന്ന പ്രാർത്ഥനകൾ, നിങ്ങൾ കത്തുകളിലൂടെ അയക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ ഈശോയുടെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക. ഒരു സഹോദരി എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു, അച്ഛാ, ഈ യൂട്യൂബിലൂടെ പങ്കെടുത്ത് പ്രാർത്ഥിച്ചപ്പോഴും ഈ അച്ഛൻ്റെ പള്ളിയിൽ വന്ന് എന്ത് പ്രാർത്ഥിച്ചാലും എനിക്കത് അനുഗ്രഹമാണ്. പ്രിയപ്പെട്ട മക്കളെ, അത് സത്യമാണ്. കാരണം ഇവിടെ വന്ന് നിങ്ങൾ പറയുമ്പോൾ, അച്ഛനെ നിങ്ങളുടെ നിയോഗങ്ങൾ അറിയിക്കുമ്പോൾ, യഥാർത്ഥത്തിൽ നിങ്ങൾ അച്ഛനെയല്ല അറിയിക്കുന്നത്, നിങ്ങൾ യേശുവിനെയാണ് അറിയിക്കുന്നത്. എൻ്റെ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടി കർത്താവ് ആ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് സാധിച്ചു തരും. ഒരു മിനിറ്റ് പോലും വെറുതെ കളയാതെ വചനം വായിച്ച് വചനം പഠിച്ച് സുവിശേഷം പ്രഘോഷിക്കുന്ന ഒരു പൗരോഹിത്യമാണ് കർത്താവ് എനിക്ക് ദാനമായി നൽകിയത്. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഇനിയും ഒരു ജന്മമുണ്ടെങ്കിൽ ഞാൻ കർത്താവിൻ്റെ പുരോഹിതനാകാൻ ആഗ്രഹിക്കാം. അതിന് ഇതിനേക്കാൾ ശ്രേഷ്ഠമായ വേറൊരു ജീവിതമില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. മക്കളെ, എൻ്റെ പൗരോഹിത്യത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളെ, നിങ്ങളെല്ലാവരെയും എനിക്ക് പൗരോഹിത്യ ദാനമായി നൽകിയ എൻ്റെ ബലമായ, എൻ്റെ ശക്തിയായ, എൻ്റെ ദൈവമായ കർത്താവായ യേശുവിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവാണ് സകലത്തിൻ്റെ അതിനാഥൻ. ഈശോ നിങ്ങളുടെ വേദനകളിലേക്ക് കടന്നു വരാൻ സാധിക്കും. നിങ്ങളുടെ പഴയകാല വേദനകളിലേക്ക് കടന്നു വരാൻ പറ്റും. നിങ്ങളെ ചതിക്കുന്നവരെ അതിൽ നിന്ന് തടയാൻ സാധിക്കും. നിങ്ങളെ ദ്രോഹിക്കുന്നവരെ തടയാൻ അവന് സാധിക്കും. നിങ്ങളുടെ നാശം ആഗ്രഹിച്ചുകൊണ്ട് പല വിധത്തിൽ പ്രവർത്തിക്കുന്നവരെ കർത്താവിന് ബന്ധിക്കാൻ സാധിക്കും. കാരണം അവൻ അത് നിങ്ങളോട് ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ കരുണ കാണിക്കുക, നിങ്ങളെ സ്നേഹിക്കുക, നിങ്ങളുടെ കണ്ണുനീരൊപ്പിയെടുക്കുക, നിങ്ങളുടെ ശരീരവേദനകൾ ഒപ്പിയെടുക്കുക. ഇവനാണ് ഏറ്റവും വലിയ ഡോക്ടർ. നമുക്ക് വേറൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. മറ്റെല്ലാ സഭയിലുള്ള എല്ലാ ഉപകരണങ്ങളും ഇവനിൽ ആശ്രയിച്ച പ്രിയപ്പെട്ട മക്കളെ, ആ കർത്താവിൻ്റെ അടുത്താണ് നിങ്ങൾ. നിങ്ങളുടെ വേദനകൾ, കണ്ണുനീര്, രോഗങ്ങൾ, സങ്കടങ്ങൾ, പരാജയങ്ങൾ, തോറ്റുപോയ അവസ്ഥകൾ, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ, പെട്ടുകിടക്കുന്ന അവസ്ഥകൾ, വീണുപോയ അവസ്ഥകൾ, അതിൽ നിന്നെല്ലാം ഒന്നേന്ന് എഴുന്നേൽക്കാൻ, നിങ്ങൾ എഴുന്നേൽപ്പിക്കാൻ കഴിവുള്ളവൻ, കച്ചിത്തുരും വിട്ടുതരാൻ കഴിവുള്ളവൻ, നിങ്ങളുടെ വേദനകൾ ഒപ്പിയെടുക്കാനും ശത്രുവിനെ തകർക്കാനും തിന്മകളെ ബന്ധിക്കാനും നാശകരമായ ജീവികളെ ബഹിഷ്കരിക്കാനും, നിങ്ങളുടെ പറമ്പിനെ തകർക്കാൻ ശ്രമിക്കുന്നവരെ, നിങ്ങളുടെ കുടുംബത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരെ, നിങ്ങളുടെ സമ്പത്തിനെ തകർക്കാൻ ശ്രമിക്കുന്നവരെ, നിങ്ങളുടെ മക്കളെ തകർക്കാൻ ശ്രമിക്കുന്നവരെ, നിങ്ങളുടെ കുടുംബജീവിതത്തെ തകർക്കാൻ നോക്കുന്നവരെ, നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ നശിപ്പിക്കാൻ നോക്കുന്ന ഏത് ക്ഷുദ്രജീവിയാണെങ്കിലും, ഏത് ക്ഷുദ്രപ്രയോഗമാണെങ്കിലും, ഏത് നാശകരമായ ജീവിയാണെങ്കിലും, നിങ്ങളുടെ അതിരുകല്ല് തോണ്ടുന്നവൻ, നിങ്ങളെ കള്ളക്കേസുകളിൽ കൊടുക്കുന്നവൻ, നിങ്ങളുടെ വിസ തടഞ്ഞു വെച്ചിരിക്കുന്ന സാഹചര്യങ്ങൾ, നിങ്ങളുടെ ജോലി തടഞ്ഞു വെച്ചിരിക്കുന്ന സാഹചര്യങ്ങൾ, നിങ്ങളുടെ സാമ്പത്തിക മേഖലയ്ക്ക് ഉയർച്ചയില്ലാതെ തടഞ്ഞു വെച്ചിരിക്കുന്ന സാഹചര്യങ്ങൾ, കർത്താവായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്താൽ അത്ഭുതകരമായ വിടുതൽ കിട്ടുക. എല്ലാ ബന്ധനങ്ങൾ അഴിഞ്ഞു പോകുക, എല്ലാ തിന്മകൾ അഴിഞ്ഞു പോകുക, എല്ലാ ചങ്ങലകൾ അഴിഞ്ഞു പോകുക, എല്ലാ മാനസിക പീഡകൾ അങ്ങോട്ട് അഴിഞ്ഞു പോകുക, എല്ലാ തലയിലിരിക്കുന്ന ഭാരങ്ങൾ അങ്ങോട്ട് അഴിഞ്ഞു പോകുക. മക്കളെ ഓർത്തുള്ള ആകുലതകൾ അങ്ങോട്ട് അഴിഞ്ഞു പോകട്ടെ. നിങ്ങളുടെ ജോലിയെ ഓർത്തുള്ള ആകുലതകൾ ഒഴിഞ്ഞു പോകട്ടെ. കടങ്ങൾ ഓർത്തുള്ള ആദികൾ അങ്ങോട്ട് ഒഴിഞ്ഞു പോകട്ടെ. ലോൺ കിട്ടാൻ വേണ്ടിയുള്ള തടസ്സങ്ങൾ അങ്ങോട്ട് വിട്ടുമാറട്ടെ. അതിനെ തടസ്സപ്പെടുത്തുന്നവരെല്ലാം മാനസാന്തരപ്പെടട്ടെ. ജപ്തിയുടെ വക്കിലിരിക്കുന്ന മക്കളെ കണ്ണുനീരോടെ ഒരു വഴി തുറന്നു കിട്ടാനായി ഈശോയേ എന്ന് വിളിക്കുക, ഈശോയേ എന്ന് വിളിക്കുക. വേറൊരു നാമം നൽകപ്പെട്ടിട്ടില്ല. നിങ്ങളുടെ മക്കളുടെ പഠന സാഹചര്യങ്ങൾ, അവരുടെ ഉയർച്ച,
നിരന്തരമുള്ള വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ഗതിയില്ലാത്ത അവസ്ഥ, ഉയർച്ചയില്ലാത്ത അവസ്ഥ, യേശുവാണ് ഏറ്റവും വലിയ ഡോക്ടർ. കർത്താവാണ് ഏറ്റവും വലിയ ഡോക്ടർ. അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവം. ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക. വിദേശത്തുള്ള പ്രിയപ്പെട്ട മക്കളെ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചോ. ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചോ. സമ്പത്ത് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചോ. സൗഖ്യം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചോ. സമാധാനം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചോ. വിശ്വാസത്തിൽ ആഴപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചോ. പ്രാർത്ഥന ജീവിതത്തിൽ ആഴപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചോ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ. ക്യാൻസർ രോഗികൾ സൗഖ്യം പ്രാപിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചോ. ട്യൂമർ രോഗികൾ സൗഖ്യം പ്രാപിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചോ. ശരീരത്തിലെ മുഴകൾ ചുരുങ്ങിപ്പോകാൻ വേണ്ടി പ്രാർത്ഥിച്ചോ. തുമ്മല്, ജലദോഷം, അലർജി രോഗങ്ങൾ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിച്ചോ. നിരന്തരമുള്ള തലവേദന, മരുന്ന് കഴിച്ചിട്ട് മാറാത്ത തലവേദന, ഒരു ബന്ധനം പോലെ കിടക്കുന്ന തലവേദന ഈ നിമിഷം വിട്ടുമാറട്ടെ. ഹൃദയ സംബന്ധമായ രോഗങ്ങൾ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന മക്കള്, അവർക്ക് പൂർണ്ണ സൗഖ്യം കിട്ടട്ടെ. ഉദര സംബന്ധമായ രോഗങ്ങൾ, മൂത്രത്തിലെ പഴുപ്പുകൾ, മൂത്രത്തിലെ കല്ലുകൾ, അടിവയറ്റിലെ വേദനകൾ, വയറ്റിലെ പുണ്ണുകൾ, വിഷാദ രോഗങ്ങൾ, അസിഡിറ്റിയുടെ രോഗങ്ങൾ, കാല് നിലത്ത് കുത്താൻ പറ്റാത്ത അവസ്ഥകൾ, ലിവറിന്റെ രോഗങ്ങൾ, യേശുവേ ഒരു ഡെലിവറൻസ് വേണ്ട മേഖലയാണ്. മരുന്ന് കഴിച്ചിട്ട് മാറാത്ത മേഖലകളിലേക്ക് ഒരു ഡെലിവറൻസ് കടന്നു വരട്ടെ. ആ ഡെലിവറൻസ് കടന്നു വരുന്നത് യേശുവിൻ്റെ നാമത്താല. മക്കളുടെ തെറ്റായ ബന്ധങ്ങളിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ ഒരു ഡെലിവറൻസ് കടന്നു വരട്ടെ. മക്കളുടെ തെറ്റായ ബോധ്യങ്ങളിലേക്ക്, അവരുടെ തഴക്ക ദോഷങ്ങളിലേക്ക്, അവരുടെ പഠന വൈകല്യങ്ങളിലേക്ക്, അവരുടെ അലസതയിലേക്ക്, മടിയിലേക്ക് ഇതാ ഡെലിവറൻസ് കടന്നു വരിക. യേശു നാമത്തിലാണ് കടന്നു വരുന്നത്. ഒരു അപ്പനും അമ്മ എൻ്റെ അടുത്ത് വന്ന് അവരുടെ മകന് വേണ്ടി പ്രാർത്ഥിക്കുക. അവനൊരു വല്ലാത്ത ബന്ധനത്തിൽ കിടക്കുക. അവൻ ചിന്തിക്കുന്നത് തന്നെ അവന് സാധാരണ പോലെ ചിന്തിക്കാൻ പറ്റുന്നില്ല. അതാണ് അവൻ്റെ മേലുള്ളൊരു പിശാചുബാധയാണ്. സാധാരണക്കാരെ പോലെ ചിന്തിക്കാൻ പറ്റുന്നില്ല. അവൻ ചിന്തിക്കുന്നതും മാതാപിതാക്കൾക്ക്, കുടുംബത്തിനെതിരായിട്ടാണ്, സമൂഹത്തിനെതിരായിട്ടാണ്. അവൻ്റെ ആശയങ്ങൾ നേരായ ആശയങ്ങളല്ല. അത് തിരിച്ചറിയാനുള്ള കഴിവ് അവന് നഷ്ടപ്പെട്ടിരിക്കുക. ആ അപ്പൻ്റെ അമ്മയുടെ കണ്ണുനീര് സ്വർഗം എന്ന് കേൾക്കട്ടെ. അത്തരത്തിലുള്ള അപ്പന്മാർ, അമ്മമാരുണ്ട്. പെൺമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവര്, ആൺമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവര്, പ്രാർത്ഥിച്ച് മടുത്തവര്, എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഷമിക്കുന്നവര്, അവരുടെ കെട്ടുകളൊക്കെ ഇന്ന് പൊട്ടിപ്പോകട്ടെ. സ്ഥാപനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ചില സ്ഥാപനങ്ങൾ പെട്ടിരിക്കുക, പല വിധത്തിലുള്ള ബന്ധനങ്ങൾ. ആ സ്ഥാപനങ്ങളുടെ മേലുള്ള കെട്ടുകൾ അങ്ങോട്ട് അഴിയട്ടെ. ആ സ്ഥാപനങ്ങളുടെ മേലുള്ള തിന്മകൾ വിട്ടുമാറട്ടെ. ആ കുരുക്കുകൾ അങ്ങോട്ട് അഴിഞ്ഞു പോകട്ടെ. നിങ്ങളുടെ സ്ഥാപനങ്ങൾ, നിങ്ങളുടെ കച്ചവട സ്ഥാപനങ്ങൾ, അതിൻ്റെ മേലുള്ള കുരുക്ക് അങ്ങോട്ട് അഴിയട്ടെ. അതിൻ്റെ മേലുള്ള ബന്ധനങ്ങൾ അങ്ങോട്ട് അഴിയട്ടെ. അതിൻ്റെ മേലുള്ള ശത്രുക്കൾ അങ്ങോട്ട് അഴിയട്ടെ. ഏതെങ്കിലും വിധത്തിലുള്ള പേപ്പർ വർക്കുകൾ നടക്കാത്തത് കൊണ്ട് ഇങ്ങനെ കുരുങ്ങിക്കിടക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, അത് നടത്തുന്ന സിസ്റ്റർമാരുണ്ട്. അവരുടെ മേലുള്ള കെട്ടുകൾ അങ്ങോട്ട് അഴിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതകരമായ ഡെലിവറൻസ് നടക്കട്ടെ. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നമുക്ക് ലഭിച്ച വചനം മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 37-ാമത്തെ തിരുവചനമാണ്. യേശുവിൻ്റെ അത്ഭുത പ്രവൃത്തികൾ കണ്ട് ജനങ്ങള് വിസ്മയിച്ചുകൊണ്ട് അവർ അളവറ്റ വിസ്മയത്തോടെ പറഞ്ഞു, അവൻ എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യുന്നു. നമ്മൾ ഈശോയുടെ അടുത്ത് നമ്മുടെ കാര്യങ്ങൾ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഈശോ എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യും. എല്ലാം നമ്മുടെ നന്മയ്ക്കായി പരിണമിപ്പിക്കും. നമ്മുടെ രോഗങ്ങളെ നന്മയ്ക്കായി, നമ്മുടെ തടസ്സങ്ങളെ നന്മയ്ക്കായി, നമ്മുടെ കടങ്ങളെ നന്മയ്ക്കായി, നമ്മുടെ പ്രശ്നങ്ങളെ നന്മയ്ക്കായി പരിഗണിപ്പിക്കാൻ ഈശോയ്ക്ക് സാധിക്കും. അതാണ് ഈശോ. അവനെല്ലാം നന്നായി ചെയ്യുന്നു. ബധിരർക്ക് ശ്രവണശക്തിയും ഊമർക്ക് സംഭാഷണ ശക്തിയും കൊടുക്കുന്നു. ഇതേപോലെ പെട്ടിരിക്കുന്ന മക്കൾക്ക് ജീവിക്കാനുള്ള വരം, ജീവിക്കാനുള്ള അഭിഷേകം, അതിനുള്ള തുറവി, എഫാഥ അനുഭവം യേശുവിനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ തുറക്കപ്പെടും. കെട്ടുകൾ പൊട്ടിപ്പോവും, ബന്ധനങ്ങൾ പൊട്ടിപ്പോവും. ഹല്ലേലൂയ. യേശുവേ നന്ദി, ഈശോയെ ആരാധന. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈശോയുടെ തിരുരക്തത്തിന്റെ ശക്തിയാൽ, ഈശോയുടെ വിശുദ്ധ കുരിശിന്റെ അടയാളത്തിൽ എല്ലാ നാരകീയ ശക്തികളെയും പൈശാചിക സാന്നിധ്യങ്ങളെയും ബന്ധിക്കുന്നു. നാരകീയ ശക്തികളെ, അന്ധകാര ശക്തികളെ നിങ്ങളോട് കൽപ്പിക്കുന്നു. നസ്രയനായ യേശുവിൻ്റെ തിരുനാമത്താൽ ഈ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ വ്യക്തികളെയും, അവരുടെ കുടുംബങ്ങളെയും, അവരുടെ സ്ഥാപനങ്ങളെ വിട്ടുപോകുക. നിത്യ നരകാഗ്നിയിലേക്ക് മടങ്ങിപ്പോവുക. ഇനി ഒരിക്കലും മടങ്ങി വരരുതെന്ന് ഈശോയുടെ തിരുനാമത്തിന്റെ ശക്തി ഞാൻ കൽപ്പിക്കുന്നു.
ഈ മക്കളെ തകർക്കാൻ ശ്രമിക്കുന്ന ഇവരുടെ ശുശ്രൂഷകളെ, ഇവരുടെ ജീവിതത്തെ, തൊഴിൽ മേഖലകളെ തകർക്കാൻ ശ്രമിക്കുന്ന എല്ലാ തിന്മകളിൽ നിന്ന്, ശത്രുക്കളിൽ നിന്നും വിടുവിക്കുന്നു. ഈശോയുടെ തിരുനാമത്തിന്റെ ശക്തിയാൽ ഈ മക്കളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന തിന്മകളിൽ നിന്നും, ശത്രുക്കളിൽ നിന്നും ഇവരെ വിടുവിക്കുന്നു. ഇവരുടെ കുടുംബത്തിലെ ഉപകരണങ്ങൾ, ഇവരുടെ പറമ്പ്, അതിൻ്റെ 4 അതിരുകൾ, അതിലുള്ള എല്ലാ വസ്തുവകകൾ, ഇവരുടെ വീട് ഇരിക്കുന്ന പരിസരം മുഴുവനെയും, വീടിൻ്റെ പ്രവേശന കവാടങ്ങളെയും യേശുവിൻ്റെ തിരുരക്തത്താൽ മുദ്ര ചെയ്ത് സാത്താൻ്റെ സകല കോട്ടകളും തകർക്കുന്നു. ഈ കുടുംബങ്ങൾക്കെതിരെ സംസാരിക്കുന്ന, പ്രവർത്തിക്കുന്ന, ദുഷ്പ്രേരണ നൽകുന്ന സകല ശക്തികളെയും യേശുവിൻ്റെ കുരിശിൻ്റെ അടയാളത്തിൽ ബന്ധിക്കുന്നു, ശാസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതകരമായ വിമോചനം നടക്കട്ടെ, അത്ഭുതകരമായ ഡെലിവറൻസ് നടക്കട്ടെ. ബാധകളും തിന്മകളും രോഗങ്ങളെല്ലാം യേശു നാമത്തിൽ വിട്ടുമാറട്ടെ. ആമേൻ, ഹല്ലേലൂയ. ചൊവ്വാഴ്ച ദിവസം നടക്കുന്ന ശുശ്രൂഷകളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ പള്ളി രാവിലെ 6:45 കുർബാന, അന്തോനീസിനാളൻ്റെ നൊവേന, 10 മണിക്ക് ചെറിയ ഡെലിവറൻസ് പ്രേയർ, 11 മണിക്ക് കുർബാന, അന്തോനീസിനാളൻ്റെ നൊവേന, വൈകുന്നേരം 5 മണിക്ക് ജപമാല, 5:30 മണിക്ക് കുർബാന, 6 മണി മുതൽ 8:30 മണി വരെ അച്ഛൻ്റെ നേതൃത്വത്തിൽ അതിശക്തമായ വചനപ്രഘോഷണവും അതിശക്തമായ ഡെലിവറൻസിൻ്റെ ശുശ്രൂഷ. ആമേൻ, ഹല്ലേലൂയ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, ജൂൺ മാസം 29-ാം തീയതി മുതൽ ജൂലൈ മാസം 6-ാം തീയതി വരെ മലേഷ്യയിൽ കോലാലംപൂരിൽ വചനപ്രഘോഷണവുമായി ബന്ധപ്പെട്ട് ഞാൻ അവിടെ എത്തുന്നുണ്ട്. നിങ്ങളുടെ ആരെങ്കിലും ബന്ധുക്കളോ സഹോദരങ്ങളോ കുടുംബങ്ങളോ മലേഷ്യയിൽ കോലാലംപൂരിൽ അവർക്ക് എന്നെ കാണുവാനോ പ്രാർത്ഥിക്കുവാനോ ആഗ്രഹമുള്ളവർ, നിങ്ങൾ എൻ്റെ നമ്പർ അവർക്ക് നൽകുക. അവർക്ക് മുൻകൂട്ടി എന്നെ കോണ്ടാക്റ്റ് ചെയ്താൽ എങ്ങനെയാണ് എന്നെ കാണാനും സംസാരിക്കാനുള്ള സൗകര്യമെന്ന് എനിക്ക് അവരോട് പറയാനായിട്ട് സാധിക്കും. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.